നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. വിധിയെഴുത്ത് അടുത്ത മാസം. ഇടുക്കി സീറ്റ് വെച്ചുമാറുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി കോൺഗ്രസിന്റെ നിർണായക ചർച്ച. ആലുവ പാലസിൽ നടന്ന ചർച്ചയിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. ഇടുക്കി സീറ്റ് വിട്ടു നൽകില്ല എന്ന കേരള കോൺഗ്രസ് നിലപാട് ആവർത്തിച്ചു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോഴും ഈ കേരള കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? ഇടുക്കി സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ കേരള കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തിയോ ഇന്നത്തെ ഈ നിർണായക ചർച്ചയിൽ? അമൃത, യോഗം ഏകദേശം ഈ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം PJ ജോസഫ് അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. യോഗം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന യോഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നിർണായക രഹസ്യ യോഗം ആലുവ ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നത്. അത്തരത്തിൽ പ്രധാനമായും സീറ്റ് വെച്ചുമാറുന്നതിലെ തർക്കം തന്നെയാണ് പ്രധാനമായും ചർച്ചയാവുക എന്നുള്ളതാണ്. ഇടുക്കി ഏറ്റുമാനൂർ സീറ്റുകളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത്. അതായത് നിലവിൽ മുൻപ് കോൺഗ്രസ് ചോദിച്ചിരുന്നത് ഇടുക്കി, ഏറ്റുമാനൂർ, ഒപ്പം ചങ്ങനാശ്ശേരി, കുട്ടനാട് സീറ്റുകളാണ് മുൻപ് കോൺഗ്രസ് ചോദിച്ചിരുന്നത്. പക്ഷേ അതിലേക്ക് 4 സീറ്റുകളിലേക്ക് പോകുകയില്ല എന്നുള്ളതാണ് തന്നെയാണ് നിലവിൽ കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 10 സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് തന്നെ വരണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ അത് വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെ കേരള കോൺഗ്രസും നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് രാത്രി ഇത്തരത്തിലൊരു രഹസ്യ യോഗം, ഒരു നിർണായക യോഗം ഇന്ന് ആലുവ ഗസ്റ്റ് ഹൗസിൽ ചേരുകയാണ് എന്നുള്ളതാണ്. അല്പസമയത്തിന് മുൻപ് യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ PJ ജോസഫ് അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വരും, പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിർണായക ചർച്ച നടക്കുന്നു. പക്ഷേ ഏകദേശം 8 സീറ്റിലേക്ക് ഒതുങ്ങാൻ ഉള്ള ഒരു സാധ്യത കൂടിയാണ് കേരള കോൺഗ്രസിനുള്ളത് എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി, ഏറ്റുമാനൂർ സീറ്റുകൾ അത് കോൺഗ്രസ് തന്നെ നൽകാനുള്ള ഒരു സൂചന തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്താനുള്ള ഒരു സാധ്യത എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുകൂടിയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇവരുടെ പ്രതികരണം തേടും. ശരി, ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 25 ദിവസം മാത്രം. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഈ മാസം 23 വരെ പത്രിക സമർപ്പിക്കാം. കേരളത്തിനൊപ്പം അസമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-ന് ജനം വിധിയെഴുതും. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നാണ് തെരഞ്ഞെടുപ്പ്. ബംഗാളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ 824 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 14.4 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിൽ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 4-നും നടത്തും. തമിഴ്നാടു, all 234 assembly constituencies will go for poll on 23rd of April in one phase, and the counting shall be on the same day for all the 5 states/UT, that is 4th of May 2026. West Bengal, the 294 assembly constituencies, the polling shall be held in 2 phases. In the first phase 152 and the second phase 142. അസമിലും പുതുച്ചേരിയിലും കേരളത്തോടൊപ്പം ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ ഇത്തവണ ഏപ്രിൽ 23-നാണ് പോളിംഗ്.
കഴിഞ്ഞ തവണ 8 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിൽ ഇത്തവണ 2 ഘട്ടത്തിലേക്ക് ചുരുക്കി. ഏപ്രിൽ 23-നും 29-നുമായാണ് പശ്ചിമ ബംഗാളിലെ 294 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക. 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രഖ്യാപനം 2 ആഴ്ചയിലേറെ നീണ്ടുപോയെങ്കിലും മെയ് 4-ന് തന്നെ 5 സംസ്ഥാനങ്ങളിലെയും നടപടികളെല്ലാം പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം നടത്തുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി രാജ്യം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വിജ്ഞാൻ ഭവനിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചർച്ച തീരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു, അത്രയേ ഉള്ളൂ. ഒരു സ്കോപ്പുമില്ല നിങ്ങൾക്ക്. അതൊക്കെ നാളെ പ്രഖ്യാപിക്കും. നാളെ അതല്ലേ, അത് ഞാൻ UDF-ലെ ബാക്കി ഘടകകക്ഷികളായിട്ടും കുറച്ച് ദിവസമല്ല, നാളെ ഇതെല്ലാം അനൗൺസ് ചെയ്യുന്നത്. പിന്നല്ലാതെ ആലുവയിൽ PJ ജോസഫ്, VD സതീശൻ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നാളെ പോലെ കാര്യങ്ങളിലേക്ക് കിടക്കുമല്ലേ. അവരെന്താ തുടങ്ങിയത്? നമ്മൾ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല അതൊക്കെ ഇലക്ഷൻ നീണ്ടുപോയതുകൊണ്ടല്ലേ. LDF 8-ാം തീയതി ആണല്ലോ പറഞ്ഞിരുന്നത്. എന്ത് ഇന്നാക്കിയത്? അല്ലെ ഇന്നാക്കിയത്? ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ ചർച്ചയും തീർന്നു. ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ തീർന്നു. അല്ല, അത് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും നാളെ ഡൽഹിയിലുണ്ട്. അയ്യടാ ശരി. PJ ജോസഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചു പോവുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗുമായും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുമുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്ത് ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 സീറ്റ് എന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ജോസഫ് വിഭാഗം. അതുപോലെ തന്നെ ഇടുക്കി സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് നേരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതുകൊണ്ട് ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു കോൺഗ്രസ് തുടക്കം തൊട്ട് തന്നെ കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ്, എന്ത് ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ലിഡിയ, പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? അമൃത, പ്രതിപക്ഷ നേതാവ് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അല്പം മുൻപ് പ്രതികരിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, ചർച്ചകൾ അവസാനിച്ചിട്ടുണ്ട്, ഇനി ചർച്ച ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം, അതായത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും, അതിൽ തന്നെ പറയാമെന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. എന്തായാലും ചർച്ചകൾ അവസാനിച്ചു, ഇനി ഇതിലൊരു ചർച്ച ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. പ്രത്യേകിച്ച് ഏകദേശം ഒരു 8 സീറ്റിലേക്കാണ് നിലവിൽ കേരള കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ 8 സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് സീറ്റുകളിൽ കൂടി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ സീറ്റുകളാണ് മാറുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിനുള്ളിൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലേക്കാണ് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഏറ്റുമാനൂർ സീറ്റ് കൂടിയായിരുന്നു കോൺഗ്രസ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ അതിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. അതും വരും മണിക്കൂറുകളിൽ നമ്മൾ അറിയും എന്നുള്ളതാണ്. അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റ് കാര്യങ്ങളും, പ്രത്യേകിച്ച് ചർച്ചകളിലെ വ്യക്തതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിട്ടു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നാളേക്കുള്ളിൽ തന്നെ ആ ഒരു തീരുമാനം
തീരുമാനം എന്താണ് എന്നിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് CPIM-ഉം CPI-യും. LDF-ൽ CPIM-ഉം കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. എലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള NCP-യിലെ കലഹവും സീറ്റ് വിഭജനത്തിൽ RJD-യിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയുമാണ് LDF-ലെ കല്ലുകടി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 4 മന്ത്രിമാരും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദമുണ്ടായ നാട്ടികയിൽ ഗീതാ ഗോപി തന്നെ സ്ഥാനാർത്ഥി. ET ടൈസൺ പറവൂരിലേക്ക് മാറിയപ്പോൾ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കയ്പമംഗലത്ത് മത്സരിക്കും. 5 വനിതാ സ്ഥാനാർത്ഥികളും CPI പട്ടികയിലുണ്ട്. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ. തൊട്ടു പിന്നാലെ CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 86 സീറ്റുകളിൽ മത്സരിക്കുന്ന CPIM-ന്റെ 56 MLA-മാർ മത്സരിക്കും. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. 7 വനിതാ സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. നിലമ്പൂരിൽ U ഷറഫലി ഉൾപ്പെടെ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. പാലക്കാട് ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് M മുകേഷിന് പകരം S ജയമോഹൻ മത്സരിക്കും. പൊതു സ്വതന്ത്രരുൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLA-മാർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PB തീരുമാനിച്ചത്. PB അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചു. മുന്നണിയിലെ ആദ്യ 2 പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പോരവസാനിച്ചിട്ടില്ല. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. RJD പിളർത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 6 സീറ്റ് വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചുനിന്നു. ഇവരുടെ യോഗം അടുത്തയാഴ്ച ചേരും. എലത്തൂർ സീറ്റിനെ ചൊല്ലി NCP-യിൽ കലഹം തുടരുകയാണ്. തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ തോമസ് K തോമസിനാണ് മുൻതൂക്കം. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് 24. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കില്ല. ഹർജിയിൽ ചൊവ്വാഴ്ച വിധി പറയും. വിധി വന്ന ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച 2020. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബാബു ദിവാകരനാണ് കുന്നത്തുനാട് മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. 95% സീറ്റ് ചർച്ചകൾ പൂർത്തിയായെന്നും വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പത്തനംതിട്ട കോൺഗ്രസിൽ തർക്കത്തെ തുടർന്ന് പാർട്ടി വിട്ട ബാബു ദിവാകരനാണ് കുന്നത്തുനാട്ടിൽ NDA-യുടെ മുഖം. DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളാണ് ബാബു ദിവാകരൻ. 35 വർഷത്തിലേറെ പ്രവർത്തിച്ച് തന്നെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നും ബാബു ദിവാകരൻ. ഇത്തവണ ഞാനിന്ന് ഒരു അവസാന ചാൻസ് എന്ന നിലയിൽ ചോദിച്ചു. പക്ഷേ അത് പരിഗണിക്കുന്നില്ല. ആ വഴിയിലൂടെ പോലും എന്റെ അപേക്ഷ വെക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ വേദനകൾ പുറത്തു. ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ പലരും വരും ദിവസങ്ങളിൽ NDA-യിലേക്ക് എത്തുമെന്ന് 2020 പ്രസിഡന്റ് സാബു M ജേക്കബ്. ഞങ്ങളുടെ 2020-യുടെ എല്ലാ സ്ഥാനാർത്ഥികളും സർപ്രൈസ് നൽകുന്നതായിരിക്കും. 95% സീറ്റ് ചർച്ചകൾ പൂർത്തിയായെന്നും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് നശിപ്പിച്ച് CPM നശിപ്പിച്ച നാടിനെ മാറ്റാൻ BJP NDA 2020 BDS-ന് മാത്രമേ കഴിയുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഒരു തർക്കവുമില്ല, ഒരു ഇഷ്യൂ ഇല്ലാതെ ഞങ്ങൾ NDA-യിൽ സീറ്റ് വിഭജനവും സീറ്റ് ഡിവിഷനും സീറ്റ് തീരുമാനമെല്ലാം നന്നായി നടക്കും. കേരളത്തിലുടനീളം 2020-യുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ സാബു M ജേക്കബ് മത്സര രംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ അതും സർപ്രൈസ് ആണെന്ന് കൂട്ടിച്ചേർത്തു. ചക്കയാണ് 2020-യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. 24 കൊച്ചി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ KPCC പ്രസിഡന്റിന്റെയും രമ്യ ഹരിദാസിന്റെയും കോലം കത്തിച്ചു. സംവരണ മണ്ഡലമായ ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ നേരത്തെയും പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജ്മൽ, വലിയ പ്രതിഷേധത്തിലാണല്ലേ പ്രവർത്തകർ?
അമൃത, സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം അവർ തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തലസ്ഥാന ജില്ലയിലടക്കം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങൾ അതിൽ രമ്യതയിലെത്താൻ കഴിയാതെ നേതൃത്വം ഉഴലുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് നിയോജക മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അലോസരതകളും നിലനിൽക്കുന്നുവെന്ന് ഇത്തരം ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മണ്ഡലത്തിലെ ദലിത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മണ്ഡലത്തിലെ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ, ഈ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന, കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ്. ഈ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെയും കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുള്ള AICC പട്ടികയിൽ പേരുള്ള രമ്യ ഹരിദാസിന്റെയും ചിത്രമൊട്ടിച്ച കോലങ്ങൾ കത്തിച്ചത്. ഇതിൽ രമ്യ ഹരിദാസിന്റെ പേര് മണ്ഡലത്തിൽ സംവരണ മണ്ഡലമായ ചിറയൻകീഴ് ഉയർന്നു വന്നപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും അതിനെതിരെ വിയോജിപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ കോലം കത്തിക്കലടക്കമുള്ള പ്രവൃത്തികളിലേക്ക് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. അമൃത, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറി ശൃംഖലയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് റോഡിൽ സജ്ജമാക്കിയ അത്യാധുനിക ഷോറൂമിന്റെ ഉദ്ഘാടനം ബ്രാൻഡ് അംബാസഡറും ചലച്ചിത്ര താരവുമായ മഞ്ജു വാര്യർ നിർവഹിച്ചു. സ്വർണ്ണാഭരണ വിപണിയിൽ പുതിയ ചരിത്രം കുറിക്കാനായി റീഗൽ ജ്വല്ലേഴ്സ് പാലക്കാടൻ മണ്ണിലെത്തി. കേരളത്തിലെ 12ാമത് ഷോറൂമാണ് പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. റീഗൽ ജ്വല്ലേഴ്സിന്റെ വലിയൊരു പ്രത്യേകത ഇതിന്റെ പരസ്യങ്ങളിലൊക്കെ പറഞ്ഞു, ഹോൾസെയിൽ ഒരു വിലയിൽ തന്നെയാണ് എല്ലാവർക്കും ഇതിലൊരു ആക്സസിബിൾ ആയിട്ടുള്ളത് റീഗൽ ജ്വല്ലേഴ്സിലെ ആഭരണങ്ങളൊക്കെ. അപ്പോൾ അതും ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടാവാത്ത ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യമാണ്. കേരളത്തിലെ സ്വർണ്ണാഭരണ വിപണിയിൽ ഹോൾസെയിൽ വില എന്ന ആശയം അവതരിപ്പിച്ച റീഗൽ ജ്വല്ലേഴ്സ് പാലക്കാട്ടെ ഉപഭോക്താക്കൾക്കായി സമാനതകളില്ലാത്ത തികച്ചും ലാഭകരമായ ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം വിപുലമായ ആഭരണ ശേഖരവുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് റീഗൽ ജ്വല്ലേഴ്സ് MD വിപിൻ ശിവദാസ് പറഞ്ഞു. ഞങ്ങളുടെ നവവധു കളക്ഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഉൾപ്പെടുത്തിയുള്ള ഒരു ബ്രൈഡൽ ലോഞ്ച് തന്നെ ഞങ്ങൾ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് ഒന്ന് ആസ്വദിക്കുക, എല്ലാവരും വിസിറ്റ് ചെയ്യുക. ജ്വല്ലറി ഫീൽഡിൽ മാനുഫാക്ചറിങ് എക്സ്പീരിയൻസോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുന്ന വളരെ അപൂർവമായിട്ടുള്ള ജ്വല്ലറികളിൽ ഒന്നാണ്. ഞങ്ങളുടെ ചെയർമാൻ 15 വയസ്സിൽ മാനുഫാക്ചറിങ് ആരംഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ശിവദാസ്. വേറിട്ട ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനാണ് പാലക്കാട്ടെ ഷോറൂമിന്റെ സവിശേഷത. വിവാഹ പാർട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ ബ്രൈഡൽ ഫ്ലോറും പുതിയ ഷോറൂമിന്റെ സവിശേഷതയാണ്. ചടങ്ങിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ P. സ്മിതേഷ്, റീഗൽ ജ്വല്ലേഴ്സ് ചെയർമാൻ TK ശിവദാസൻ, MD ആൻഡ് CEO വിപിൻ ശിവദാസ്, ക്ഷേമാക് ശിവദാസ്, പല്ലവി നംദേവ്, അനൈഷ, അവ്യാൻ തുടങ്ങിയവർ പങ്കെടുത്തു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.